ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഒരിക്കൽ കുറേ ആളുകൾ ഒത്തുചേർന്ന് വളരെ പണം ചെലവാക്കി ഒരു ബോട്ടും വലയുമൊക്കെ വാങ്ങി മീൻ പിടിക്കുവാൻ പോയി. അവർ വളരെ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും കിട്ടിയില്ല. നിരാശരായി അവർ മടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്ന ഒരു ചെറിയ ബാലനെ കണ്ടു. അവൻ അതിനോടകം തന്നെ ധാരാളം മീൻ പിടിച്ചു കഴിഞ്ഞിരുന്നു. തങ്ങൾക്ക് സാധിക്കാത്തത് ആ കൊച്ചു ബാലന് സാധിച്ചതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട അവർ അവനോട് തന്നെ അതിൻ്റെ രഹസ്യം ചോദിച്ചു. അവൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ മീൻ കാണുന്നു, അവ നിങ്ങളെ കാണാതെ ഇരിക്കണം. പ്രിയമുള്ളവരെ, നമ്മെയും നമ്മുടെ കഴിവുകളെയും എടുത്തു കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. മറ്റുള്ളവർ ദൈവസ്നേഹം മനസ്സിലാക്കുന്നതിനും ദൈവത്തിലേക്ക് വരുന്നതിനും അവ തടസ്സമാകും. ആകയാൽ നമ്മേക്കാൾ ഉപരി ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, നമ്മിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും ഇടയായി തീരട്ടെ. അതിനിന്നത്തെ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ നാമമല്ല, ഞങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ താലന്തുകളോ മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ദൈവമേ ഞങ്ങളുടെ സ്വാർത്ഥതയെ അനുവദിക്കരുതേ. കർത്താവ് തന്നിരിക്കുന്ന കഴിവുകൾ, കർത്താവ് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ഒരുക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.